ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഇവിടെ 2 കാർഡുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്യാം. നമുക്ക് കാർഡ് നമ്പർ 1 റീഡ് ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വിശ്വാസവഞ്ചന നടന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ റിജക്റ്റ് ചെയ്തതും അങ്ങനെ തന്നെയാണ്, ചതിയിലൂടെയാണ്. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് തന്നെ വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരെങ്കിലും ഒരു നോ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങളത് എന്തുകൊണ്ടായിരിക്കും എന്നെ നോ പറഞ്ഞത് നിങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴത്തേക്ക് നിങ്ങൾ ഒരുപാട് എഫക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഉറക്കമില്ലാണ്ടാവും. നിങ്ങൾ ഫുഡൊന്നും കറക്റ്റായിട്ട് ടൈമിൽ എടുക്കില്ല. പിന്നെ ഇങ്ങനെ എപ്പോഴും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വന്നത് എന്നിങ്ങനെ ആലോചിച്ച് ഒരുപാട് സമയം കളയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനൊന്നും അർഹനല്ല എന്നൊരു തോന്നലുണ്ട് നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾ ഇതിലെ യഥാർത്ഥ സത്യം തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നതുമായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലർ നിങ്ങളെ നിങ്ങൾക്ക് ദ്രോഹം ചെയ്തതായിട്ടും, ചീറ്റിങ്, ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പാർട്ട്ണറായിരിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെയോ ഇടയിൽ നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കുറേ നാൾ മിണ്ടാതെ ഇരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഇത് ശരിയല്ല എന്ന് അതായത് ഈ റിലേഷൻഷിപ്പ് ശരിയല്ല എന്ന് പറഞ്ഞു പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതുപോലല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ വേറെ, റിയാലിറ്റി വേറെ. ഓക്കെ, കാർഡ് നമ്പർ 2 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഭയം കൊണ്ടുള്ളൊരു റിജക്ഷനാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ ചിന്തിക്കുന്നൊന്നും ശരിയല്ല, അങ്ങനെ ഒരു തോന്നൽ എപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ ഇതിനൊന്നും അർഹതപ്പെട്ട ആളല്ല. വളരെ ചെറിയ കാര്യത്തിന് പോലും നിങ്ങൾ ഒരുപാട് ഭയപ്പെടുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ നാളത്തേക്ക് നിങ്ങളെ അത് ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു വില കൊടുക്കുന്ന ആളൊന്നുമല്ല. ഞാനൊന്നിനും കഴിവുകെട്ട ഒരാളായിട്ടാണ് നിങ്ങളെപ്പോഴും നിങ്ങളെ കാണുന്നത്. കാരണം എനിക്കിതൊന്നും നേടിയെടുക്കാൻ സാധിക്കത്തില്ല, എനിക്ക് എൻ്റെ ലൈഫിൽ ഇതൊന്നും വരത്തില്ല, എപ്പോഴും ഞാൻ ദാരിദ്ര്യത്തിലായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരും എന്നൊന്നും വിചാരിക്കുന്ന ഒരാളൊന്നുമല്ല. റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് ഇത്രയും നല്ലൊരു ബന്ധത്തിനുള്ള ഇതല്ല എൻ്റെ ബന്ധം, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ ഇങ്ങനെയല്ല, അങ്ങനെയൊക്കെയാണ് നിങ്ങളെപ്പോഴും നിങ്ങളെ തന്നെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ് അങ്ങനെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പല കാര്യത്തിൽ നിന്നും നിങ്ങൾ സ്വയമായിട്ട് നിങ്ങൾ വിചാരിക്കും അവരായിട്ട് നിങ്ങളെ ഒഴിവാക്കിയാണ്. അല്ല, നിങ്ങൾ ആയിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കുന്നു, അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കൂടുതലും ഇവിടെ കാണാൻ സാധിക്കുന്നത്. എനിക്കൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് കഴിവൊന്നുമില്ല, ഞാൻ ഒരു കഴിവുകെട്ട ജീവിയാണ്, അങ്ങനെ സ്വയം ഇങ്ങനെ ഒരു ലേബൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് കൂടുതലും റിജക്ഷൻസ് വരുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഗ്രൂപ്പ് നമ്പർ 2.